കാത്തിരുന്ന കനകകിരീടം സ്വന്തമാക്കിയ സന്തോഷം ജഡേജ ചുംബനങ്ങളായി അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ടു. ICCയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിതിൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിന്നു. രാജ്യത്തിൻ്റെ സ്വപ്ന നേട്ടത്തിൽ മതിമറന്ന് മനം നിറഞ്ഞ് ഓരോ ഇന്ത്യക്കാരനും ആ നിമിഷങ്ങളിൽ ലയിച്ചു നിന്നു. 2025 മാർച്ച് 9 രാത്രി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുകളിൽ ആ രാത്രിയിലും ആകാശത്തിന് ഇളം നീല നിറമായിരുന്നു. ഇന്ത്യൻ ബ്ലൂസ് ICC ചാമ്പ്യൻസ് ട്രോഫി കിരീട ജേതാക്കളായി തിളങ്ങി നിന്ന ആ മനോഹര രാത്രിയിൽ നീലയേക്കാൾ മികച്ചൊരു ചായമണിയാൻ ആകാശത്തിനാവില്ലല്ലോ. ഏതൊരു അത്ലറ്റിൻ്റെയും കരിയറിലെന്ന പോലെ വന്നു ചേർന്ന മോശം കാലഘട്ടത്തിലൂടെ പോയതിൻ്റെ പേരിൽ പ്രായം 36 ശരീരം തടിച്ചെന്നും പറഞ്ഞ് നിങ്ങളിപ്പോൾ അൺഫിറ്റാണെന്നും തലമുറ മാറ്റത്തിന് സമയമായെന്നും പറഞ്ഞവർക്ക് മുമ്പിൽ ഒരു വ്യാഴവട്ടക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മിടിപ്പും ശ്വാസവുമായി നിന്ന് തലയെടുപ്പുള്ള നേട്ടങ്ങൾ പലകുറി നേടിത്തന്ന വിരാടിനും രോഹിതിനും വിരമിക്കാൻ അന്ത്യശ്വാസനം നൽകിയവർക്ക് മുമ്പിൽ അവർക്ക് ആ കിരീടം സ്വന്തമാക്കണമായിരുന്നു. വിമർശകരെ വായടപ്പിക്കാൻ മാത്രമല്ല, തങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച 140 കോടിയിലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും പ്രതീക്ഷ കാക്കാൻ 2023 സ്വന്തം മണ്ണിൽ തോൽവിയിൽ മനം നൊന്ത് തൻ്റെ രാജ്യം കണ്ണീരണിഞ്ഞത് ആവർത്തിക്കാതിരിക്കാൻ അവർക്കത് നേടണമായിരുന്നു. ഒരു ജയം മാത്രമകലെ കനകകിരീടം സ്വപ്നം കണ്ട് ക്യാപ്റ്റൻ രോഹിത് ടോസിനെ സമീപിച്ചത് നല്ലൊരു തുടക്കം പ്രതീക്ഷിച്ചാണ്. പക്ഷേ ടോസ് നേടിയതാവട്ടെ കിവീസ്. ഇതോടെ രോഹിതിന് നഷ്ടമാകുന്നത് തുടർച്ചയായ 15ാമത്തെ ടോസാണ്. തുടക്കം ശുഭകരമല്ലെന്നുള്ള ആദ്യമൊന്നും ക്യാപ്റ്റൻ രോഹിതിൽ കണ്ടില്ല. കാരണം സമീപകാല ക്രിക്കറ്റിൽ അയാളോളം വെല്ലുവിളികളെ നേരിട്ട മറ്റൊരു ക്രിക്കറ്ററില്ലല്ലോ. കിവീസ് വലിയ സ്കോറിലേക്ക് കുതിക്കുന്നത് തടയാൻ ഇന്ത്യ വിന്യസിച്ചത് 5 സ്പിന്നർമാരെയായിരുന്നു. ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ തീവ്രമുഖമായിരുന്ന ബുംറയില്ലാത്ത ബൗളിംഗ് നിര പരാജയപ്പെടുമെന്ന് ഭയന്നിടത്താണ് കൂടുതൽ സ്പിന്നർമാരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി ഇന്ത്യ വെന്നിക്കൊടി പാറിച്ചത്. ഇന്ത്യൻ പേസർമാരായ ഹർദിക്കിനെയും ഷമിയെയും വകവെക്കാതെ പവർ പ്ലേയിൽ തകർത്തു കളിച്ച കിവീസ് ഓപ്പണർമാർ 7 ഓവറിൽ സ്കോർ 50 കടത്തി. ഓപ്പണിംഗ് കൂട്ടുകെട്ട് ശക്തിയാർജിക്കുന്നു എന്ന് തോന്നിത്തുടങ്ങിയപ്പോഴേക്ക് ക്യാപ്റ്റന്റെ വിശ്വസ്ത ബൗളർ വരുൺ ചക്രവർത്തിയുടെ ഒരു ഇന്റർസെപ്ഷൻ. 15 റൺസ് എടുത്ത വില്യങ്ങിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കി വരുൺ. കിവീസിന് 57 റണ്ണിൽ ഒരു വിക്കറ്റ് നഷ്ടം. പിന്നീട് റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിച്ച ഇന്ത്യൻ സ്പിന്നർമാർ കിവീസിനെ ശരിക്കും വരിഞ്ഞു കെട്ടി. ഇന്ത്യ എറിഞ്ഞ 50 ഓവറിൽ 38 എറിഞ്ഞ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുമ്പിൽ കൃത്യമായ ഇടവേളകളിൽ കിവീസിന്റെ വിക്കറ്റുകൾ ഓരോന്നോരോന്നായി വീണുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ ബൗളർമാരുടെ കണിശതയ്ക്ക് മുമ്പിൽ ചെറുത്തുനിന്ന് ഡാരി മിച്ചൽ ബ്രേസ്വെല്ലും നേടിയ അർദ്ധശതകങ്ങൾ അഭിനന്ദനമർഹിക്കുന്നുണ്ട്. രജിൻ രവീന്ദ്രയുടെ 37 ഗ്ലെൻ ഫിലിപ്സിന്റെ 34 വില്യങ്ങിന്റെയും കെയ്ൻ വില്യംസിന്റെയും 2 അക്ക സംഭാവനകളുമെല്ലാം ചേർത്ത് കിവീസ് സ്കോർ 251 എന്ന പൊരുതാവുന്ന നിലയിലേക്കെത്തി. അഭിമാന കിരീടത്തിലേക്ക് 251 റൺസിന്റെ ദൂരം നിശ്ചയിക്കപ്പെട്ട ഇന്ത്യയ്ക്കു വേണ്ടി ആ ദൂരത്തിലേക്കുള്ള ആദ്യ കാൽവെപ്പുകളുമായി ക്യാപ്റ്റൻ രോഹിതും ഗില്ലും ഗ്രീസിലേക്ക്. കിരീട നേട്ടമെന്ന വിലപ്പെട്ട ലക്ഷ്യത്തിന് പിറകിൽ വേറെയും ചില കണക്കുകളുണ്ടായിരുന്നു രോഹിതിൻ്റെ മനസ്സിൽ. തൻ്റെ ഫോമിനെക്കുറിച്ചും വർക്കൗട്ടിനെക്കുറിച്ചും തൻ്റെ ശരീരഘടനയെക്കുറിച്ച് പോലും ഇഴകേറി വിമർശിക്കുന്ന ഹെയ്റ്റേഴ്സിനുള്ള മറുപടി. ആ മറുപടിക്ക് തൻ്റെ നാക്കിനേക്കാൾ മൂർച്ച ബാറ്റിനുണ്ടെന്ന് കാണിക്കാൻ ഉറപ്പിച്ചാണ് രോഹിത് ക്രീസിൽ നിലയുറപ്പിച്ചത്. നേരിട്ട 2ാം പന്ത് തന്നെ നിലം തൊടാതെ ഗാലറിയിലേക്ക് പറത്തിയ രോഹിത് വിമർശകരോടും കിവീസിനോടും തൻ്റെ ന്യായം പ്രഖ്യാപിക്കുകയായിരുന്നു. ഗില്ലിനെ കാഴ്ചക്കാരനാക്കി കിവീസ് ബൗളിങ്ങിൻ്റെ ആത്മവീര്യം തല്ലി തകർത്ത രോഹിതിൻ്റെ ബാറ്റിൽ നിന്നും പറന്നത് 3 സിക്സറുകളും 7 ഫോറുകളുമാണ്. ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ 105 റൺസിലേക്ക് ഇന്ത്യ കുതിച്ചെത്തിയതോടെ കിവീസ് അപകടം മണത്തു തുടങ്ങിയിരുന്നു. ഇന്ത്യ വിജയവും. മികച്ച തുടക്കം കിട്ടിയ ഇന്ത്യ ഏറെ സുരക്ഷിതമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ 19ാം ഓവറിൽ 31 റൺസെത്തിയ ഗില്ലിനെ അസാധ്യമായൊരു ക്യാച്ചിലൂടെ ഗ്ലെൻ ഫിലിപ്സ് മടക്കി അയച്ചു. ശേഷം രോഹിതിന് കൂട്ടായെത്തുന്നത് വിരാട് കോഹ്ലി. ഫോമിലുള്ള രോഹിതിന് കൂട്ടായി സെമിഫൈനലിലെ വിജയശില്പി ചേസിംഗ് മാസ്റ്റർ വിരാട് എത്തിയതോടെ വിരാടിന്റെ മറ്റൊരു ക്ലാസിക് ഇന്നിംഗ്സിനായി കൺമിഴിച്ചിരിക്കെയാണ് കിവീസ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ കോഹ്ലിയെയും വിക്കറ്റിന് മുന്നിൽ കുടുക്കിയത്. വെറും 1 റൺസ് മാത്രം സ്കോർ ചെയ്ത് വിരാട് മടങ്ങിയതോടെ ഇന്ത്യയൊന്ന് ഞെട്ടി. 1 റൺ വ്യത്യാസത്തിൽ 2 വിക്കറ്റ് നഷ്ടമായിട്ടും ക്യാപ്റ്റൻ രോഹിതിന് കുലുക്കമൊന്നുമില്ലായിരുന്നു. സ്വപ്നകിരീടം എത്രയും വേഗം വാരിപ്പുണർന്ന് ചുംബിക്കാനുള്ള വ്യഗ്രത കൊണ്ടോ അതോ തൻ്റെ പിറകെ വരാനിരിക്കുന്ന ബാറ്റിംഗ് നിരയിലുള്ള വിശ്വാസം കൊണ്ടോ അറിയില്ല. പ്രതിരോധിച്ച് സമയം കളയാൻ നിൽക്കാതെ രജിൻ രവീന്ദ്രയെ ഗ്രീസ് വിട്ടിറങ്ങി ആക്രമിക്കാനൊരുങ്ങിയതോടെ രോഹിതിന് തെല്ലൊന്ന് പിഴച്ചു. 83 പന്തിൽ 76 റൺസ് എന്ന ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ച് രോഹിതും മടങ്ങി. 17 റൺസിനിടെ 3 വമ്പൻ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യയൊന്ന് പതറി. എന്നാൽ 4ാം വിക്കറ്റിൽ അക്സർ പട്ടേലും അയ്യരും ചേർന്ന് 61 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയത് വലിയ തകർച്ചയിൽ നിന്നും ഇന്ത്യയെ കരകയറ്റി.
അക്സറിന്റെ 29ഉം അയ്യരുടെ 48ഉം സ്കോർ ബോർഡിലേക്ക് എത്തിയതോടെ ഇന്ത്യ വിജയത്തിലേക്ക് കൂടുതലെടുത്തു. ശേഷം രാഹുലും പാണ്ഡ്യയും ചേർന്ന സഖ്യം കളി ജയിപ്പിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരു പോരാളി കൂടെ നഷ്ടപ്പെട്ടു. വിജയം 10 റൺസ് അകലെ 18 റൺസുമായി പാണ്ഡ്യ പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ ജഡേജ രാഹുലിന് കൂട്ടായി നിന്ന് കൂടുതൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യയെ വിജയതീരത്തേക്ക് എത്തിക്കുകയായിരുന്നു. നിർണായക ഘട്ടത്തിൽ ക്രീസിൽ കാലുറപ്പിച്ച് നേടിയ കിരീടത്തോളം മൂല്യമുള്ള രാഹുലിന്റെ 34 റൺസ് അയാളുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതായി വിലയിരുത്തപ്പെടും. 49ാം ഓവറിലെ അവസാന പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ച് വിജയറൺ നേടിയ ജഡേജ ബാറ്റ് ഉയർത്തി തുള്ളിച്ചാടി. കിവീസ് ഉയർത്തിയ വെല്ലുവിളി വിജയകരമായി മറികടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ പുതിയ രാജാക്കന്മാരെ വാഴ്ത്തിയുള്ള കമന്റേറ്റേഴ്സിന്റെ വാഴ്ത്തുപാട്ടുകൾ തിങ്ങി നിറഞ്ഞ ഗാലറിയുടെ ആരവങ്ങൾക്കിടയിൽ അലിഞ്ഞു ചേർന്നു. രാജ്യത്തിന് കനകകിരീടം സമ്മാനിച്ച അവസാന 4 പായിച്ച ബാറ്റ് ആകാശത്തേക്ക് ചുഴറ്റി ജഡേജ ആനന്ദ നൃത്തമാടി. നിർണായക ഘട്ടത്തിൽ തനിക്ക് തുണയായ ബാറ്റ് ആകാശത്തെ നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ഉയർത്തി രാഹുൽ ദൈവത്തോട് നന്ദി പറഞ്ഞു. കാത്തിരുന്ന കനകകിരീടം സ്വന്തമാക്കിയ സന്തോഷം ജഡേജ ചുംബനങ്ങളായി അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ടു. ICCയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിതിന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിന്നു. രാജ്യത്തിന്റെ സ്വപ്ന നേട്ടത്തിൽ മതിമറന്ന് മനം നിറഞ്ഞ് ഓരോ ഇന്ത്യക്കാരനും ആ നിമിഷങ്ങളിൽ ലയിച്ചു നിന്നു.